പൊങ്കൽ റിലീസ് ചിത്രങ്ങളെ വീഴ്ത്തി വൻ കളക്ഷനുമായി മുന്നേറുന്ന എബ്രഹാം ഓസ്ലറിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. മിഥുൻ മാനുവൽ തോമസ് ഡയറക്ട് ചെയ്ത് ജയറാം പ്രധാന റോളിൽ എത്തിയ എബ്രഹാം ഓസ്ലർ 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു ഇമോഷണൽ മെഡിക്കൽ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന ചിത്രത്തിന് ഇതിനോടകം തന്നെ എല്ലാ ജനങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. കുടുംബ പ്രേക്ഷകരുടെ സ്വന്തം ജയറാം മലയാളികളുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്കയുടെ കൈപിടിച്ച് മലയാള സിനിമയിലേക്ക് വമ്പൻ തിരിച്ചുവരവാണ് എബ്രഹാം ഓസ്ലറിലൂടെ നടത്തിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ 25 കോടി ക്ലബിന് മുകളിൽ കയറിയ ചിത്രം വർക്കിംഗ് ഡേയ്സിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന് വർക്കിംഗ് ഡേയ്സിലും കളക്ഷനിൽ വലിയ ഇടി വരാതെ മികച്ച രീതിയിൽ തന്നെയാണ് പ്രദർശനം നടത്തുന്നത്. പലരും കരുതി വർക്കിംഗ് ഡേയ്സിൽ ചിത്രത്തിന്റെ കളക്ഷൻ കുറയുമെന്ന്. പക്ഷേ അങ്ങനെ കരുതിയവരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ചിത്രം 5ാം ദിവസമായി ഇന്നലെ മികച്ച കളക്ഷനാണ് നേടിയത്. ചിത്രം 5ാം ദിവസമായി ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത് 1.5 കോടിക്കടുത്താണ്. ചിത്രത്തിന്റെ 5ാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 3 കോടിക്കടുത്താണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഒരു ഓഫ് സീസൺ റിലീസായി മികച്ച അഭിപ്രായം നേടിയെടുത്ത ചിത്രത്തിന് വർക്കിംഗ് ഡേയ്സിൽ ഈ ഒരു കളക്ഷൻ വളരെ മികച്ചത് തന്നെയാണ്. ചിത്രം വലിയൊരു കളക്ഷനിലേക്ക് പോകും എന്നുള്ളതിനുള്ള സൂചനയാണിത്. ചിത്രം 5 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത് 13 കോടിക്ക് മുകളിലാണ്. ചിത്രത്തിന്റെ 5 ദിവസം കൊണ്ടുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 1.5 കോടിക്കടുത്താണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ കർണാടകയിൽ നിന്നാണ് ചിത്രത്തിന് കൂടുതൽ കളക്ഷൻ വന്നിരിക്കുന്നത്. 5 ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ ടോട്ടൽ ഇന്ത്യ കളക്ഷൻ 14.5 കോടിക്കടുത്താണ്. 5 ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ 12.5 കോടിക്ക് മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ ചിത്രത്തിന്റെ 5 ദിവസം കൊണ്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 27 കോടിക്ക് മുകളിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പൊങ്കൽ റിലീസായ ധാരാളം മികച്ച ചിത്രങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി എബ്രഹാം ഓസ്ലറിന് മികച്ച കളക്ഷനാണ് എല്ലായിടത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. 2024 ആദ്യ ബ്ലോക്ക് ബസ്റ്ററായ എബ്രഹാം ഓസ്ലർ ജയറാമിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പണം വാരി സിനിമയായിരിക്കുകയാണ്. ചിത്രത്തിന് 6ാം ദിവസമായി ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് കൂടി നല്ലൊരു ബുക്കിംഗ് ആണ് നടക്കുന്നത്. ഈവനിംഗ് ആൻഡ് നൈറ്റ് ഷോകൾക്കാണ് കൂടുതൽ ബുക്കിംഗ് നടക്കുന്നത്. ഈവനിംഗ് ആൻഡ് നൈറ്റ് ഷോകൾ മിക്ക തിയേറ്ററുകളിലും ഓൾമോസ്റ്റ് ഫുൾ ആണ്. ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി ഓരോ മണിക്കൂറിലും 1500 മുകളിൽ ടിക്കറ്റുകളാണ് വിറ്റുപോകുന്നത്. മികച്ച അഭിപ്രായം നേടിയെടുത്ത ചിത്രത്തിന് വർക്കിംഗ് ഡേയിലും മികച്ച കളക്ഷനുമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. 6ാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ കൂടി വന്നു കഴിഞ്ഞാൽ ചിത്രം 6 ദിവസം കൊണ്ട് 29 കോടിക്കടുത്തെത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പൊങ്കൽ റിലീസായ മറ്റ് പാൻ ഇന്ത്യൻ സിനിമകളെ വെല്ലുന്ന രീതിയിലുള്ള പ്രകടനമാണ് ഈ ഒരു കൊച്ചു ചിത്രം തിയേറ്ററുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജയറാമിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമായിരിക്കുകയാണ് എബ്രഹാം ഓസ്ലർ. ചിത്രത്തിന്റെ ടോട്ടൽ ബഡ്ജറ്റിനെ കുറിച്ചുള്ള യഥാർത്ഥ റിപ്പോർട്ടുകൾ ഒന്നും പുറത്തു വന്നിട്ടില്ല. ചിത്രത്തിന്റെ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ചിത്രം 10 കോടിക്കും 15 കോടിക്കും ഇടയിൽ ബഡ്ജറ്റ് വരാനാണ് സാധ്യതയുള്ളത്. കുടുംബ പ്രേക്ഷകരാണ് ഇപ്പോൾ ചിത്രം കാണാൻ കൂടുതലും തിയേറ്ററുകളിൽ എത്തുന്നത്. ഈവനിംഗ് ആൻഡ് നൈറ്റ് ഷോകൾ കുടുംബ പ്രേക്ഷകരെ കൊണ്ട് നിറയുകയാണ് എബ്രഹാം ഓസ്ലർ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾ. മേജർ സെന്ററുകളിലെ തിയേറ്ററുകളിലെ ഈവനിംഗ് ആൻഡ് നൈറ്റ് ഷോകൾ വർക്കിംഗ് ഡേ ആയിട്ട് കൂടി ഫുള്ളാണ്. നല്ല കണ്ടന്റ് ഉള്ള സിനിമകൾ വന്നാൽ ഉറപ്പായും ഫാമിലി പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരും എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് എബ്രഹാം ഓസ്ലർ. കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രം ഒരു ലോങ് റൺ ആണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രം നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.